വാങ്ങണം എന്നുണർത്തുകയാണ്. അതോടൊപ്പം പ്രിയപ്പെട്ട അക്ബർ സഅദി പറഞ്ഞത് ഇന്നലെ നടന്ന കാന്തപുരം വിഭാഗത്തിന്റെ കയ്യേറ്റ ശ്രമത്തെക്കുറിച്ചാണ്. പ്രിയപ്പെട്ട എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാരോട് ഈ സദസ്സിന്, ഈ വിശ്വാസി സമൂഹത്തിന് പറയാനുള്ളത്, താങ്കൾ പാവപ്പെട്ട ഈ വിഷയങ്ങളിലൊന്നും ഇടപെടാത്ത നിഷ്കളങ്കനാണെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങളെ പണ്ട് മുതലേ കാന്തപുരം വഞ്ചിക്കുകയാണ്. പ്രിയപ്പെട്ട എം എ ഉസ്താദ്, നിങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യൻ അക്ബർ സഅദിയെ ഇന്നലെ ആക്രമിക്കാൻ ശ്രമിച്ചവർ നിങ്ങളുടെ പ്രവർത്തകരാണ്. ഏറ്റവും ചുരുങ്ങിയത് അവരെ സംഘടനയിൽ നിന്ന് പുറത്താക്കാൻ അങ്ങ് ഉപദേശിക്കണം നിങ്ങളുടെ സംഘടനയെ. നിങ്ങളുടെ പ്രസ്ഥാനത്തിന് മാനവികത എന്ന പ്രമേയം യാത്ര നടത്താൻ മാത്രമുള്ളതല്ല, അത് ജീവിതത്തിൽ പകർത്താനുള്ളതാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അവരെ പുറത്താക്കുക. അല്ലെങ്കിൽ പ്രിയപ്പെട്ട എം എ ഉസ്താദ് മാനവികത എന്ന പദത്തോട് കൂറ് പുലർത്തി നിങ്ങൾ ഏറ്റെടുത്ത പുതിയ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുകയെങ്കിലും ചെയ്യണമെന്ന് ഈ സദസ്സ് പ്രിയപ്പെട്ട എം എ ഉസ്താദിനോട് ആവശ്യപ്പെടുകയാണ്. പിന്നെ ഇവിടെ നമുക്ക് മുഖ്യപ്രഭാഷണം നടത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട ഇസ്മായിൽ സഖാഫി ഉസ്താദും ഹസൻ സഖാഫി ഉസ്താദുമുണ്ട്. ഇപ്പൊ കാന്തപുരത്തോട് ചോദിച്ചാൽ അയാൾ പറയാറുള്ളത് അവരെ രണ്ടാളെയും എനിക്കറിയില്ല എന്നാണ്. അത് മൂപ്പര് സ്ഥിരം പല്ലവിയ, എന്നെയും അറിയില്ലത്രേ. ഇനി കുറച്ചു കഴിഞ്ഞാൽ പറയും എ പി അബ്ദുൽ ഹക്കീം അസ്ഹരിയോ, അവൻ ആരാ, അവൻ എവിടെയാണ് ഈ കാന്തപുരം എന്ന് പോലും അദ്ദേഹം ചോദിച്ചു എന്ന് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ പ്രസംഗങ്ങൾക്ക് മുമ്പ് പ്രിയപ്പെട്ട നാസർ സഖാഫി വയനാട് നമ്മോട് സംസാരിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സ്റ്റേജിലുള്ള പണ്ഡിതന്മാരെ, ഉമറാക്കളെ, സയ്യിദന്മാരെ, പ്രിയമുള്ള സഹോദരന്മാരെ, മുതഅല്ലിമീങ്ങളെ, നമ്മുടെ ചട്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഇൻഷാ അല്ലാഹ് ചട്ടി നിങ്ങൾക്ക് പ്രദർശിപ്പിച്ചു നൽകുന്നതാണ്. ആ ചട്ടി കണ്ട് ശേഷം മാത്രമേ നിങ്ങൾ പോകാവൂ എന്ന് പ്രത്യേകം ഉണർത്തുന്നു. അല്ലാഹുവേ, ഞാനിങ്ങനെ ആലോചിച്ചു നോക്കി. റിയാദുസ് സാലിഹീന്റെ ഹദീസിലെ തുടക്കത്തിലൊരു ഹദീസിൽ ഗുഹയിൽ പെട്ടുപോയ 3 ആളുകളുടെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരാൾ ദുആ ചെയ്തപ്പോൾ ഗുഹയുടെ അല്പം തുറന്നു, പാറ അല്പം നീങ്ങി. രണ്ടാമത്തെ ആൾ ദുആ ചെയ്തപ്പോൾ കുറച്ചും കൂടി നീങ്ങി. മൂന്നാമത്തെ ആൾ ദുആ ചെയ്തപ്പോൾ പരിപൂർണമായി അവർക്ക് പുറത്തു കടക്കാൻ കഴിഞ്ഞു. സംഘടനയുടെ അകത്ത് നിന്നപ്പോൾ വല്ലാത്ത ഒരു ആവേശമായിരുന്നു. സഹാബത്തെ കിറാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചിരുന്നതുപോലെ ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിമർശിച്ചവർ പിതാക്കളായാലും സഹോദരന്മാരായാലും കുടുംബക്കാരായാലും മക്കളായാലും ആരെയും അംഗീകരിക്കാതിരുന്ന ആ സഹാബത്തിനെ പോലെ ഞങ്ങളുടെ ഉസ്താദിനെ ഞങ്ങൾ അങ്ങേയറ്റം സ്നേഹിച്ചു. അതിന് ഞങ്ങൾ ഉസ്താദിൽ കണ്ടിരുന്ന ഒരു ആദർശം എന്തായിരുന്നു? മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങളുടെ നേതൃത്വത്തിൽ 1926 ജൂൺ 26 കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് രൂപം കൊടുത്തപ്പോൾ ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ 26 നമ്പറായി തന്റെ 26ാമത്തെ വയസ്സിൽ മിനിറ്റ്സിൽ ഒപ്പിട്ട മഹാനായ കണ്ണിയത്ത് ഉസ്താദ്, മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ആ ചെറുപ്രായത്തിൽ തന്നെ സമസ്തയുടെ മുശാവറ മെമ്പറായിട്ട് 1ാമത്തെ മുശാവറയിൽ മെമ്പറാക്കിയ ആ ചെറുപ്രായത്തിലെ കണ്ണിയത്ത് ഉസ്താദിന് അല്ലാഹുവേ, ഞാൻ മനസ്സിലാക്കുന്നു, അത് എന്റെ കർണപുടങ്ങളിൽ കേട്ടപ്പോൾ അതെനിക്ക് വല്ലാത്തൊരു അത്ഭുതമായി തോന്നി.
26-ാമത്തെ വയസ്സിൽ 26-ാം നമ്പറായി ജൂൺ 26-ന് 1926-ൽ മെമ്പറായി വന്ന മഹാനായ കണ്ണിയത്ത് ഉസ്താദിന് അള്ളാഹു കൊടുത്ത വല്ലാത്ത ഒരു അനുഗ്രഹമാണ് 1967-ൽ സമസ്തയുടെ പ്രസിഡന്റ് പദവിയിൽ എത്തിയ കണ്ണിയത്ത് ഉസ്താദ് 1993 വരെയുള്ള 26 കൊല്ലമാണ് സമസ്തയെ നയിച്ചത്. അല്ലാഹുവേ 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 അൽഹംദുലില്ലാഹ്. ഞാൻ മനസ്സിലാക്കുന്നു മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ അന്ന് ആത്മീയമായ ആ പതാക സമസ്തയുടെ പതാക വിശുദ്ധിയിലൂടെ ജീവിക്കുന്ന വിശുദ്ധരായ മഹത്തുക്കൾ മുഖേന ഔലിയാക്കൾ മുഖേന മഹാനായ മഹദി ഇമാമിന്റെ കരങ്ങളിലേക്ക് എത്തിക്കേണ്ട ഈ പതാകയുടെ അമരത്തേക്ക് വിശുദ്ധിയില്ലാത്തവർ കടന്നു വന്നാൽ ഈ പതാക കൊണ്ടുപോകുന്നവർക്ക് കളങ്കിതമായി പോകും എന്ന് മനസ്സിലാക്കിയ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ അന്ന് തന്നെ ആ ചെറുപ്രായത്തിൽ കണ്ണിയത്ത് ഉസ്താദിനെ മെമ്പറായി എടുത്തതുകൊണ്ട് 1989-ൽ സാമ്പത്തികമായ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾക്ക് സമസ്തയെ ആദർശത്തിന്റെ പേര് പറഞ്ഞ് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ 1974-ൽ സമസ്തയിൽ വന്ന് പിന്നീട് ജോയിന്റ് സെക്രട്ടറിയായി അദ്ദേഹമാറ്റം അങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ മഹാനായ ശംസുൽ ഉലമ വഫാത്തായതിനു ശേഷം ആ പതാക ഏറ്റുവാങ്ങാൻ നിയുക്തനാകുമായിരുന്നത് എന്റെ ഉസ്താദായ കാന്തപുരം ഉസ്താദായിരിക്കും. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായാൽ ആ പതാക ഏറ്റുവാങ്ങാൻ നിയുക്തനാവുന്നത് ഉള്ളാളത്തെ തങ്ങളായിരിക്കും. അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ ജീവിതത്തിൽ വിശുദ്ധിയില്ല എന്ന് സർവാധിപനായ അല്ലാഹുവിനറിയാം. അതുകൊണ്ട് അല്ലാഹു നേരത്തെ തന്നെ ഇവര് മരണപ്പെട്ടു പോയാൽ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തുനിന്ന് സെക്രട്ടറി സ്ഥാനത്തേക്കും വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പ്രസിഡന്റ് സ്ഥാനത്തേക്കും ഇവരെത്തിയാൽ വിശുദ്ധിയില്ലാത്തവരുടെ കരങ്ങളിലൂടെ ഈ പതാക പോകേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അവരെ നേരത്തെ പുകച്ച് ചാടിച്ചതാണ് എന്ന് പിന്നീട് ഈ ഗുഹാവാസികൾക്കുണ്ടായ അവർ ദുആ ചെയ്തതുപോലെ 2002 ഡിസംബർ 22-ന് കാന്തപുരത്തിന്റെ കൂടെ വയനാട് ജില്ലയിൽ നിന്ന് മർക്കസിലേക്ക് പോയപ്പോഴും 2004-ൽ മർക്കസിൽ ഒരു വിദ്യാർത്ഥിയെ അതിക്രൂരമായി പീഡിപ്പിച്ചപ്പോഴും അതിന് ശേഷം ഒരു വ്യാജമൊഴി കൊണ്ടുവന്നപ്പോഴും അങ്ങനെ 3 വന്നപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പുറത്തുപോയി നമ്മൾ ചിന്തിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് സമസ്തയുടെ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ അന്നത്തെ സെക്രട്ടറിമാരായ ബി മുഹമ്മദ് മുസ്ലിയാരുടെ വി കെ മുഹമ്മദ് മുസ്ലിയാരുടെ അവരുടെയൊക്കെ ആ മഹത്തായ ദുആയിൽ അവരുടെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം അത് മഹദി ഇമാമിലേക്ക് വിശുദ്ധിയിലുള്ള തഖ്വയിലുള്ള ആളുകൾ മുഖേന പണ്ഡിതന്മാർ മുഖേന ഔലിയാക്കൾ മുഖേന ആ പതാക എത്തണമായിരുന്നു എന്നാണ്. അതിന് വിശുദ്ധിയില്ലാത്തവരുടെ ഈ കരങ്ങളിലേക്ക് എത്താതിരിക്കാൻ അല്ലാഹു പുറത്താക്കിയതാണ് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.